എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മുത്തശ്ശൻ വക്കീലിനെ കൊണ്ട് തയ്യാറാക്കിയ വിൽപത്രം ആദർശ് കീറിക്കളയുവാണ്. അത് കണ്ട് ആകെ ടെൻഷൻ അടിച്ച് വിഷമിക്കുന്നുണ്ട് ജലജ. അന്നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോനെ ഈ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുക. പക്ഷേ ജയനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അത് കാണുമ്പോൾ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എങ്ങനെയാണോ ജീവിച്ച് അങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് ജീവിക്കും. ആരും ഇവിടുന്ന് സ്വത്ത് ഭാഗിച്ച് മേടിച്ച് വേറെ പോകുന്നില്ല, നമുക്കിങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറയുവാണ്. അന്നേരം ജലജ മനസ്സിലോർക്കുക, ഒരു ആദർശവാൻ വന്നേക്കുന്നു, എങ്ങനെയെങ്കിലും കിട്ടുന്നതും കൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കാം സ്വസ്ഥമായിട്ട് എന്ന് ഓർത്തപ്പോൾ അവനത് നശിപ്പിച്ചുല്ലോ എന്ന് ജലജ ഓർക്കും. അതുപോലെ തന്നെ ആണ് നവ്യയുടെ കാര്യവും. നവ്യ അങ്ങനെ തന്നെ ഓർക്കുന്നത്, ഈശ്വര എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ഓർത്തപ്പോൾ ഒരുത്തിനത് നശിപ്പിച്ചല്ലോ എന്നാണ് നവ്യ ഓർക്കുന്നത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിപ്പം നീ അങ്ങനെ ചെയ്തു എന്ന് കരുതി ഞാൻ ഇനിയും ചിലപ്പം സ്വത്തുക്കൾ ഭാഗം വയ്ക്കും, അത് ചിലപ്പോൾ നിന്നെ അറിയിക്കാതെ ആയിരിക്കും. എന്തായാലും എനിക്ക് അവസാന കാലമായതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണമെന്ന് പറയും. അന്നേരം ദേവേനയും പറയുന്നുണ്ട്, അച്ഛൻ എന്തിനീ ഈ മരണത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഈ പറഞ്ഞതിനോടൊക്കെ ഞാനും യോജിക്കുന്നുണ്ട്. അന്നേരം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുവാണ്, ഇപ്പോഴും ഈ വീടിനകത്ത് എപ്പോഴും പൊട്ടിത്തെറിയും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാവരും സ്നേഹത്തോടെ മുന്നോട്ട് പോകണം എന്ന് മുത്തശ്ശി പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശനോടായിട്ട്, ആദർശെ ഞാൻ എല്ലാം കൊണ്ടും സ്നേഹിക്കുന്ന എല്ലാം തികഞ്ഞ എൻ്റെ ഒരു കൊച്ചുമകനായിട്ട് കാണുന്നത് നിന്നെയാണ്. അത് നിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നീ അത് തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, ഞാൻ സ്വത്തുക്കളെല്ലാം വീതം വെച്ചിരുന്ന് നീ ഇവിടുന്ന് മാറി താമസിച്ചാലും നിൻ്റെ ജീവിതത്തിൽ ഒരാൾ കൂടെയുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നീ അവളെ നന്നായി സ്നേഹിക്കണം എന്ന് മുത്തച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് വക്കീലിനോടായിട്ട് പറയും, ഇനിയിപ്പം ഈ ഭാഗം ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്താം വക്കീലെ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനും മുത്തശ്ശി ഇങ്ങനെ അകത്തോട്ട് പോവുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് ജലജ അവിടെ കീറിയിട്ടേക്കുന്ന ആ ഇതേ നോക്കിയിട്ട് വിൽപ്പത്രത്തെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുക, ഈശ്വര അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് എഴുതി വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് അഭിയെ കാണിക്കുന്നുണ്ട്. നവ്യ ഫോൺ വെച്ചിട്ട് ബാത്റൂമിലേക്ക് പോയ സമയത്ത് അഭി നവ്യയുടെ ഫോൺ എടുത്ത് നോക്കുക. എന്നിട്ട് മനസ്സിലോർക്കുക, അവളുടെ ആദ്യത്തെ കാമുകനല്ലേ, അവൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഈ ഫോണിൽ കാണുമായിരിക്കും എന്നിങ്ങനെ മനസ്സിലോർത്താണ് ഫോൺ എടുത്ത് നോക്കുന്നത്. അതുപോലെ തന്നെ നവ്യയുടെ ഫോണിൽ നിർമ്മലിൻ്റെ കുറേ ഫോട്ടോസ് കിടപ്പുണ്ട്. അന്നേരം അഭി മനസ്സിലോർക്കുക, അവൻ്റെ ഫോട്ടോയൊക്കെ ഡിലീറ്റ് ചെയ്യാതെ അവൾ സൂക്ഷിച്ച് വെച്ചേക്കുക, വഞ്ചിക്ക് ഇവളെന്നെ ചതിക്കുമായിരുന്നല്ലോ എന്നിങ്ങനെ അഭി മനസ്സിലോർക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയും ജയനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ബിസിനസ്സിനെ പറ്റി ജയൻ പറയുന്നുണ്ട്, സ്വർണ്ണത്തിന് ഒരുപാട് വില കൂടിയപ്പം പർച്ചേസിങ്ങിന് ആൾക്കാർ വരുന്നത് കുറവാണ്, പക്ഷേ നമ്മളെ അത് വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അന്നേക്കും നയനയാണ് എന്തോ ഒരു പൂജ കഴിഞ്ഞിട്ട് ആരതിയായിട്ട് വന്നുണ്ട്. ആരതി ദേവയാനെ കാണിക്കുമ്പോൾ ദേവയാനി തൊട്ട് തൊഴുന്നു, അതുപോലെ ജയനെയും തൊട്ട് തൊഴുത് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വരും. അപ്പം ജലജ ഇത് തൊട്ട് തൊഴുതിന് ശേഷം പറയുന്നുണ്ട്, ഓരോരുത്തർ മനസ്സിൽ വിഷമായിട്ട് ഈ വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷമാണ് അച്ഛൻ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ തുടങ്ങിയത് എന്ന് പറയും. അന്നേരം ജയം പറയുന്നുണ്ട്, നീ എന്താണ് ഉദ്ദേശിച്ചത്, ഇപ്പം തന്നെ അച്ഛന് വേണ്ടി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് അതിന് മോള് ഇങ്ങോട്ട് വന്നത്, മോള് ഇവിടെ ആർക്കും അസുഖമായിട്ടല്ല കയറി വന്നത് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ചില വൈറസുകളേക്കാൾ കഷ്ടമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് പേർ ഈ വീട്ടിലുണ്ട്, അത് നീ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നീ നിൻ്റെ സ്വഭാവം നന്നാക്കിയേനെ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും അവസാനം എൻ്റെയും എൻ്റെ മക്കളുടെയും തലയിലാണല്ലോ എല്ലാവരും കയറുന്നത് എന്നിങ്ങനെ പരിഭവം പറയുവാണ്. അന്തേക്കും അങ്ങോട്ട് മുത്തച്ഛനും വരുന്നു. മുത്തച്ഛനും ആരതി തൊട്ട് തൊഴുതിട്ട് അവിടെ ഇരിക്കുവാണ്. അന്നേരം ജയം പറയും, അച്ഛനെ നോക്കാൻ വേണ്ടി ഡോക്ടർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട്. അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട്, ഓ എൻ്റെ ആയുസ് കൂട്ടിത്തരാനുള്ള ആളായിരിക്കുമല്ലേ ആ വരുന്നത് എന്ന് പറയും. ഏതായാലും ഡോക്ടർ വന്നു കഴിയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഡോക്ടർ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ എന്ന് പറയുമ്പം ഡോക്ടർ പറയും, അങ്ങനെയൊന്നുമില്ല, സാറിനെ പോലെ ഒരാളെ ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ കാണേണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ജയൻ മുത്തച്ഛന് ചികിത്സ റിപ്പോർട്ട് എടുത്ത് കയ്യിൽ കൊടുക്കും. ഡോക്ടർ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പം ജലജ ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, എനിക്കും മക്കൾക്കും പ്രാധാന്യം തരാത്ത ഇയാൾ ഒരുപാട് കാലം ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ജലജ മനസ്സിലോർക്കുന്നത്. അതുപോലെ തന്നെ നവ്യ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ. നവ്യ മനസ്സിലോർക്കുവാണ്, ഈശ്വര ഈ രാജാവിനെ പോലെ ഈ വീട് ഭരിക്കുന്ന ഇയാളങ്ങ് പെട്ടെന്ന് തീരുമായിരുന്നെങ്കിൽ സൗകര്യം ഉണ്ടായിരുന്നു എന്ന് നവ്യ മനസ്സിലോർക്കുന്നു. ഏതായാലും ഡോക്ടർ അത് നോക്കിയതിന്
പറഞ്ഞതിന് ശേഷം പറയുന്നത് ഇത് വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനൊന്നും അല്ല, ഇതിനേക്കാൾ മോശമായ പലരെയും ചികിത്സിച്ച് ഞാൻ ഭേദമാക്കി വിട്ടിട്ടുണ്ട്. ഇത് ആരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ സത്യമായിട്ടും പറയുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഇത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം, മുത്തശ്ശൻ്റെ ആയുസ്സിന് ഒരു കുഴപ്പവും വരില്ല എന്ന് പറയും. അന്നേരം ഭയങ്കര സന്തോഷമാട്ടോ ജയനൊക്കെ. അന്നേരം അതിൻ്റെ കൂടെ ഡോക്ടർ പറയുന്നുണ്ട് ഇനി നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുത്തശ്ശന് പൂർണ്ണ വിശ്രമമാണ് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനിപ്പം വിശ്രമത്തിൽ തന്നെയാണ്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊച്ചുമോനാണ്, സഹായിക്കാൻ മക്കളും എല്ലാവരും കൂടെയുണ്ട് എന്ന് പറയും. അന്നേരം ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ ഒരു വിശ്രമം മാത്രം പോരാ, വിശ്രമിച്ചിരിക്കുമ്പോഴും മനസ്സിന് സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ് കാണുന്നത് എങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെഡിസിൻ ആ ശരീരത്തേക്ക് ഏക്കില്ല. അതുകൊണ്ട് മുത്തശ്ശന് പൂർണ്ണ വിശ്രമവും സന്തോഷവും സമാധാനവും നിങ്ങളെല്ലാവരും കൊടുക്കണം എന്ന് പറയും. എന്നിട്ട് ഡോക്ടർ പറയുകയാണ് ഏതായാലും ഞാൻ ഇറങ്ങുവാണ്, ഈ റിപ്പോർട്ട് എടുക്കട്ടെ, എനിക്ക് കുറച്ച് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇതേ ഒരുപാട് വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങ് പോകാം എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കൊണ്ട് പോവാട്ടോ. അന്നേരം ഡോക്ടറോട് ജയൻ എടുത്തു ചോദിക്കുന്നുണ്ട് ഡോക്ടറെ പറഞ്ഞതെല്ലാം സത്യമാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം പറയും അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹം ഇരിക്കുമ്പം തന്നെ ഞാൻ പറഞ്ഞേനെ, ഇത് സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡോക്ടർ ഇറങ്ങി പോവാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, അച്ഛന് മനസ്സമാധാനം കൊടുക്കണമെന്ന്, അതെങ്ങനെ ഈ വീട്ടിൽ അതെന്തെങ്കിലും നടക്കുമോ, ഇതെല്ലാം അറിയുന്ന ആദർശ് പോലും അച്ഛൻ്റെ മുഖം മറന്നുകൊണ്ടാണ് പലപ്പോഴും പെരുമാറുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ദേവേനിക്ക് അതങ്ങ് വിഷമാവുന്നുണ്ട് കേട്ടോ. അതുപോലെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുവാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കതിന് നേരത്തെയും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, മരണത്തെ ഭയക്കുന്നവരാണ് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് കൊണ്ട് നടക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനും ഇല്ലായിരുന്നു എന്ന് പറയും. അന്നേരം ദേവേനി പറയും എന്നാലും വെച്ചാൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലോ, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കണം, അച്ഛൻ കൊച്ചുമക്കളിലെ എല്ലാവരുടെയും വിവാഹം കഴിയുന്നത് വരെ ജീവിച്ചിരിക്കും എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശൻ പറയും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, അനിയുടെ വിവാഹം ഇനി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, ആ കാര്യങ്ങളെല്ലാം നടക്കണം, അതുപോലെ എനിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൊടുക്കാൻ ആദർശിനോട് പറയണം, അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേരം ദേവേനി പറയുന്നുണ്ട് അതെല്ലാം നടക്കും, അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അനിയുടെ വിവാഹ കാര്യം ഞാനും ആദർശം ജയേട്ടനോട് കൂടി ആഘോഷമായിട്ട് നടത്തിക്കോളാം, അച്ഛൻ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോവാം. ദേവേനി പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുവാണ് മുത്തശ്ശിയോട് ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ മരുമകളെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളെ സ്നേഹിക്കുന്നില്ല എന്ന ഒറ്റ കാര്യം ഒഴിച്ചാൽ അവൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശനും പറയുന്നുണ്ട് അത് തന്നെ, അവൾ ഇങ്ങോട്ട് വന്ന കാലം തൊട്ട് ഒരു മരുമകളുടെ എല്ലാ കടമകളും നിർവഹിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, പക്ഷേ മനസ്സിൽ കയറ്റി സ്നേഹിക്കേണ്ട ഒരാളെ മാത്രം അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രം, ചിലപ്പം അത് നയനമോളുടെ ജാതകദോഷമായിരിക്കാം എന്നിങ്ങനെ പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കും അവരെ തമ്മിൽ യോജിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം മുത്തശ്ശൻ പറയും അതിന് എന്നെക്കൊണ്ട് സാധിക്കില്ല, അത് ഈശ്വരൻ തന്നെ മനസ്സിൽ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നു. പിന്നെ ഇങ്ങനെ എന്തോ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ ആനി. അപ്പോൾ അനിയുടെ അടുത്തേക്ക് ദേവയാനിയും ആദർശോട് വരുന്നു. എന്നിട്ട് അവരുടെ വിവാഹക്കാര്യം പറയുക. അന്നേരം എനിക്ക് അതിനോട് താല്പര്യമില്ല. അനി പറയുന്നത് ഇത്രയും പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു വിവാഹം വേണ്ട, അഭിരാമിയെ ഞാൻ കണ്ടുമുട്ടിയത് വിവാഹം കഴിക്കാനൊന്നും അല്ല എന്നൊക്കെ പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട് അതെന്താ അങ്ങനെ നീ പറയുന്നത്, മുത്തശ്ശൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നമുക്ക് നടത്തണം, മറ്റു 2 മരുമക്കൾ എങ്ങനെ ഈ വീട്ടിലോട്ട് കയറി വന്നതെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് തന്നെ അനാമികയെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് ആഘോഷമായിട്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുപോകാനോ എന്നൊക്കെ പറയുമ്പം അനി പറയുവാണ് ഈ വിവാഹത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഇപ്പോൾ ഏട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവരുടെ ജീവിതം അറിയാലോ, മുത്തശ്ശന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഏട്ടൻ ജീവിക്കുന്നത് തന്നെ, അതുകൊണ്ട് ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അന്നേരം ദേവേനെ പറയും നീ പിന്നെ എന്നെ ആ മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് ചോദിക്കും നിൻ്റെ മനസ്സിൽ ഇനി വേറെ വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം അനി പറയും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അന്നേരം ദേവേനെ പറയുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ഈ വിവാഹം നടത്തും, അതിനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, മുത്തശ്ശൻ്റെ കാര്യം അറിയാലോ, അതുകൊണ്ട് മുത്തശ്ശന് സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ നിന്ന് നടക്കുമെന്ന് പറഞ്ഞിട്ട് ദേവയാനിയും ആദർശോടും അങ്ങോട്ട് പോകുന്നു. അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നയന വന്നിട്ട് ചോദിക്കുവാണ് അനിയോട് എന്താ അനി അവരോട് തർക്കിക്കുന്നത്, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളല്ലേ അനാമിക, അപ്പോൾ വിവാഹം കഴിക്കുമല്ലേ വേണ്ടത് എന്ന് ചോദിക്കും. അന്നേരമാണ് അനി നയനയോട് പറയുന്നത് എനിക്ക് അനാമികയെ അങ്ങനെ ഒരു ഇഷ്ടം, എനിക്ക് അനാമികയോട് അങ്ങനെ ഒരു ഇഷ്ടം ഇതുവരെ തോന്നിയിട്ടില്ല, എൻ്റെ കവിതകൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവളോട് തോന്നിയ ഒരു ഇഷ്ടം അത്ര മാത്രമേ ഉള്ളൂ, വിവാഹം കഴിക്കണം എന്നൊന്നും
എൻ്റെ മനസ്സിലില്ലായിരുന്നു, എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയോടാണ് ഇഷ്ടം എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, എങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം ഇവിടെ പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ഇല്ല, ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ആരും ഇവിടെ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാത്തത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എങ്കിൽ ആ പെൺകുട്ടിയുടെ ആ മുഖം അങ്ങ് മറക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെയുള്ള ആരുടെയും ഇഷ്ടമില്ലാണ്ട് അവളെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അനി എന്ന് പറയുവാണ്. അന്നേരം ഇത് കേട്ട് വിഷമിച്ച് പുറത്തേക്ക് പോകുന്ന അനിയെ കാണിക്കുന്നു. അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.